ബാച്ചിൽ നിന്ന് 50ഓളം വിദ്യാർത്ഥികൾ നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്നാൽ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ നിരവധി ബാച്ചുകളാണ് ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ബാച്ചാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ R23. R23 ബാച്ചിൽ നിന്നും ഈ വർഷം 56 സ്റ്റുഡൻസ് ആണ് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം, അവരുടെ വാക്കുകൾ കേൾക്കാം. നീറ്റ് 2025 കേരളത്തിലെയും ഇന്ത്യയിലെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന ഒരു ബാച്ചിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഏതാ ബാച്ച് നമുക്കറിയണ്ടേ? ഏതാ ബാച്ച്? അപ്പൊ R23യുടെ ക്ലാസ് ടീച്ചർ ആണെന്ന് നമുക്കറിയണ്ടേ? അപ്പൊ നമുക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ വേഗം തന്നെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ മാർക്ക്, നീറ്റിന്റെ മാർക്ക് ഒന്ന് വേഗം തന്നെ എല്ലാവരും പറയാം. എന്റെ പേര് ആംന, ട്രിവാൻഡ്രം 592. എന്റെ പേര് ആലിയ ഫാത്തിമ NS, ട്രിവാൻഡ്രത്ത് നിന്നാണ്. സ്കോർ 592. എന്റെ പേര് ഹന്ന, ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. സ്കോർ 579. ഹനീന നസ്രിൻ, ഞാൻ മലപ്പുറത്ത് നിന്നായിരുന്നു. 530. എന്റെ പേര് ഹവ്വ, ഞാൻ മലപ്പുറം വരുന്നു. 532. എന്റെ പേര് ശിവാനി, സ്ഥലം ട്രിവാൻഡ്രം, എന്റെ സ്കോർ 541. എന്റെ പേര് സുബഹാന, എന്റെ സ്ഥലം ട്രിവാൻഡ്രം, എന്റെ സ്കോർ 543. എന്റെ പേര് അലീഡ, എന്റെ സ്ഥലം പാലക്കാട്, എന്റെ സ്കോർ 563. എന്റെ പേര് നീരജ ഘോഷ്, എന്റെ സ്ഥലം എറണാകുളം, എന്റെ സ്കോർ 593. എന്റെ പേര് അമിഷ, എന്റെ സ്ഥലം കണ്ണൂര്, എനിക്ക് കിട്ടിയ മാർക്ക് 537. എന്റെ പേര് വിസ്മയ VS, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എന്റെ മാർക്ക് 570. എന്റെ പേര് അവണി ജയകുമാർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എന്റെ മാർക്ക് 557. എന്റെ പേര് അസ്ന, എന്റെ സ്ഥലം ആലപ്പുഴ, എന്റെ സ്കോർ 571. എന്റെ പേര് കാഞ്ചന, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 552. എന്റെ പേര് രാജലക്ഷ്മി, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എന്റെ മാർക്ക് 528. എന്റെ പേര് അപർണ, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എന്റെ മാർക്ക് 592. എന്റെ പേര് ഫാത്തിഹ മിന്നത്ത്, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എന്റെ സ്കോർ 540. എന്റെ പേര് ഷഹ്മ, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. സ്കോർ 593. എന്റെ പേര് ആൻമരിയ, സ്ഥലം തൊടുപുഴ, എന്റെ സ്കോർ 551. എന്റെ പേര് അമീന, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. എന്റെ സ്കോർ 542. എന്റെ പേര് നന്ദന, ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എന്റെ സ്കോർ 538. എന്റെ പേര് ഐഷ റിസ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. എന്റെ സ്കോർ 554. എന്റെ പേര് സന, മലപ്പുറത്ത് നിന്ന് വരുന്നു. സ്കോർ 556. എന്റെ പേര് ഫാത്തിമ ഹുദ, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. സ്കോർ 552. ഞാൻ ഫഹീം, എൻ്റെ വീട് മലപ്പുറത്താണ്. അതുപോലെ തന്നെ റാങ്ക് 886, മാർക്ക് 608. ഞാൻ മൊഹിബുദ്ദീന്, പാലക്കാട് നിന്നാണ്. എന്റെ മാർക്ക് 575. എന്റെ പേര് മുഹമ്മദ് റിഷാൻ, ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എന്റെ മാർക്ക് 569. എന്റെ പേര് ആദിൽ മുഹമ്മദ്, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എന്റെ മാർക്ക് 546. എന്റെ പേര് അസ്ലെ, ഞാൻ പാലക്കാട്ട് നിന്ന് വരുന്നു. എനിക്ക് 568. എന്റെ പേര് സൂരജ് അശോക്, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. സ്കോർ 544. എന്റെ പേര് അനുരാഗ് എസ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിൽ എനിക്ക് 571 മാർക്ക് ലഭിച്ചു. എന്റെ പേര് മുഷ്താഖ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എന്റെ മാർക്ക് 610, എന്റെ റാങ്ക് 788. എന്റെ പേര് ജസീൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എന്റെ സ്കോർ 543. എന്റെ പേര് നിഖിൽ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എന്റെ സ്കോർ 551. എന്റെ പേര് മുഹമ്മദ് യാസിർ, വീട് കോഴിക്കോടാണ്. നീറ്റ് സ്കോർ 574. ഹായ്, എന്റെ പേര് മുഹമ്മദ് അനസ്, എന്റെ സ്ഥലം തൃശ്ശൂരാണ്. എന്റെ ഇപ്പോഴത്തെ പ്രാവശ്യത്തെ നീറ്റ് സ്കോർ എന്ന് വെച്ചാൽ 530. എന്റെ പേര് ലെസിൻ, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. നീറ്റ് സ്കോർ 584. എന്റെ പേര് വിനായക് അജിത്, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. നീറ്റ് സ്കോർ 542. എന്റെ പേര് ഗോകുൽ കൃഷ്ണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. സ്കോർ 538. സോ ഒരു കൂട്ടം യുവ ഡോക്ടർമാരാണ് നമ്മളുടെ മുന്നിൽ നിരന്ന് നിൽക്കുന്നത്. സോ ഇവരെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഇവരുടെ സ്വന്തം അജിത് സാറിനായിരിക്കും. അപ്പൊ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചേക്കാം, എന്താണ് സാറിന് ഇവരെ കുറിച്ച് എല്ലാം പറയാനുള്ളത്? എന്റെ ഈ ബാച്ച് R23 ബാച്ച് എല്ലാ കുട്ടികളും എന്നാ പറയുന്നത്, ഞാൻ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നല്ല കുട്ടികളാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഇവര് ഒരു എക്സാം പോലും ഒരിക്കൽ പോലും ആരും ആബ്സെന്റ് ആയിട്ടില്ല. മോഡൽ എക്സാം ആണെങ്കിലും നമ്മുടെ വീക്കിലി എക്സാം തൊട്ടാണെങ്കിലും ആരും ആബ്സെന്റ് ആയിട്ടില്ല. അത് ഒത്തിരി നല്ല കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ നീറ്റിന്റെ എക്സാം ആണെങ്കിലും ശരി, എന്നാ പറയുന്ന ഒരുപാട് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു. അതും ഇവരും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു. അപ്പം ക്ലാസ്സിൽ വരുന്ന ടൈം ആയാലും ശരി, എല്ലാം ഇവർ നല്ല രീതിയിൽ തന്നെ പാലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം എഴുതുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. എനിക്കിനിയും നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, എക്സാം ഒരിക്കലും മിസ്സാക്കരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് റിലാക്സ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. അത് ഈ കുട്ടികളെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കേട്ടിട്ടുമുണ്ട്, നല്ല രീതിയിൽ തന്നെ അനുസരിച്ചിട്ടുമുണ്ട്. അതിൽ ഒത്തിരി ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ റിസൾട്ട് കിട്ടിയതിൽ ഞാൻ ഒത്തിരി സന്തോഷമാണ്. അപ്പൊ അജിത് സാറിന് പറയാനുള്ളത് സാറ് പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളോട് ചോദിച്ചു നോക്കാം, എന്താണ് അജിത് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒറ്റ വാക്കിലൊന്ന് വേഗം പറയോ.
സുന്ദരൻ സുമുഖൻ സാറ് സുന്ദരൻ സുമുഖൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി സാർ. മോട്ടിവേഷൻ കിട്ടും ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത്. നെക്സ്റ്റ് വീക്കിലി എക്സാമിന് എന്ത് ചെയ്യണം, ഹോളിഡേസ് എന്ത് ചെയ്യണം എന്നൊക്കെ സാർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. സോ സാർ ഈസ് പെർഫെക്റ്റ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാർ നമ്മളെവിടെയെങ്കിലും ഡിസ്ചാർജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നാൽ സാർ അവിടുന്ന് വിളിച്ചിട്ട് ഡിസ്ചാർജ് ആക്കി എക്സാം എഴുതിപ്പിക്കും. അപ്പൊ എക്സാം എന്തായാലും എഴുതിപ്പിക്കും അല്ലെ, സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇത്രയും പേര് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഇഷ്ടംപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് എന്തൊക്കെയാണോ നിങ്ങൾക്കൊന്ന് വേഗം ഷെയർ ചെയ്യാൻ പറ്റുമോ? സാറിനൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ബി പോസിറ്റീവ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് രാവിലെ എക്സാമിന് ആകുമ്പോൾ ഇത് കൊണ്ടുവരും. ഈ ബുക്ക് കണ്ടോ, ഇത് പോസിറ്റിവിറ്റി ആണ്, ഇത് വായിച്ച് എല്ലാവരും പോസിറ്റീവ് ആവും, സന്തോഷത്തോടെ ചിരിച്ചോണ്ട് NCERT വായിക്കൂ. NCERT വായിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കണം, പൊട്ടി ചിരിച്ചോണ്ട് വായിക്കൂ, ചിരിച്ചോണ്ട് പഠിക്കുന്നതാണ് സാർ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നത്. രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോഴത്തേന് സാർ ഒരു ദിവസം ക്ലാസ്സിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എക്സാമിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുക. കഴിഞ്ഞ ദിവസത്തെ എക്സാം ഭയങ്കര ടഫ് ആയതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം റാങ്ക് ഒക്കെ കുറഞ്ഞ് അതിന്റെ ഒരു സീരിയസ്നെസ് ഇരിക്കുക. സാറ് പെട്ടെന്ന് താടിയൊക്കെ വടിച്ച് ഒരു വേറെ ലുക്കിലാണ് കയറി വന്നത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അന്ന് ഓർത്തിരിക്കാൻ ഒരു തമാശയായിട്ടുള്ള സംഭവം തന്നെ. എനിക്ക് സാറിനെ കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാല്, എനിക്ക് ഈ 1 year റിപ്പീറ്റിംഗ് ജേണിന്ന് ഒരു 3 month ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഞാൻ ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ആ സമയത്തും എന്നെ ഡെയിലി സാറ് ഒരു 2 തവണയെങ്കിലും എന്തായാലും വിളിക്കും. വീക്കിലി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും, അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അയച്ചു തരും. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാറിന് അത് അയച്ചു കൊടുത്താൽ സാർ അവിടെ പ്രൊഫസർ ഹാള് പോയി അത് പ്രൊഫസേഴ്സിനോട് ചോദിച്ച് അതിന്റെ ഓഡിയോ എനിക്ക് തിരിച്ചയച്ചു തരും. സോ സാർ അത്ര എന്നെ സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ വിക്ടറി ഡേയിൽ ഇപ്പം ഈ എല്ലാവരും ആൾക്കാരെ കൂടിയും നിൽക്കുന്നത്. സോ സാറെന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും. ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ ഒരു സാറിന്? അതെ, ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. അത്രയും നമുക്ക് പറയാൻ വാക്കുകളില്ല. ഇത്രയും കുട്ടികളും അവരുടെ സ്വന്തം സാറുമാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസിനോടും അതേപോലെ ബാക്കി എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അല്ലെ? ഒറ്റ വാക്കിൽ നമുക്കൊരു താങ്ക് യു പറഞ്ഞാലോ? Brilliant Study Center, India's #1 coaching center for NEET and JEE.